ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപാല നിർമ്മിച്ച് നവഗാന ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ചിത്രത്തിന്റെ നിർണായകമായ 4 ദിവസം ഇന്നലെ ഞായറാഴ്ചയോടെ പിന്നിട്ട് 5-ാം ദിവസമായ വർക്കിംഗ് ദിനമായ തിങ്കളാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ബൈജു റെഡ്ലിംഗിങ് ശ്രീ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 4-ാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,32,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 17,48,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 5-ാം ദിവസമായ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 90 ലക്ഷം 1 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. 5 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 18,50,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 37,50,00,000 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ പറഞ്ഞാൽ മമ്മൂട്ടി നിർമ്മിച്ച നവാഗാന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിൽ മികച്ച വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമേന്ദ്രൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടെ വിശദമായി പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ 17-ാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 60 ലക്ഷം രൂപയാണ്. 17 ദിവസം കൊണ്ട് കേരളത്തിൽ 35,41,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 17 ദിവസം കൊണ്ട് 6,86,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 17 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 42,27,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $4.25 മില്യൺ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 38,25,00,000 രൂപ. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 80,52,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 18-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 28 ലക്ഷം റേഞ്ചിലാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 35,70,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 81 കോടി റേഞ്ചിലുമാണ്. നവംബർ 21 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, അശോകൻ, ബിനു പപ്പു, ബിയാന മോമൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 31-ാം ദിവസം ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,60,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 31 ദിവസം കൊണ്ട് 23,46,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 47,50,00,000 റേഞ്ചിലുമാണ്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ജിയോ പിക്ചേഴ്സ് നിർമ്മിച്ച് ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, അർജുൻ രാംപാൽ, മാധവൻ, സഞ്ജയ് ദത്ത്, സാറ അർജുൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 17-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 29 ലക്ഷം രൂപയാണ്. 4,20,00,000 രൂപയാണ് ഈ സിനിമയുടെ 17 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ 17 ദിവസത്തെ ഒഫീഷ്യലായി പുറത്തു വന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 579,20,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 683,45,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് $20.79 മില്യൺ, അതായത് 186,90,00,000 രൂപ. അങ്ങനെ 870,35,00,000 രൂപയാണ് 17 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 17 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 847,25,00,000 രൂപയുമാണ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ഫയർ ആൻഡ് ആഷ് ഡിസംബർ 19 വെള്ളിയാഴ്ച വിവിധ ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലും കേരളത്തിലും റിലീസ് ചെയ്തിരുന്നു. മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിലാണ് കേരളത്തിൽ തിയേറ്ററിലെത്തിയിട്ടുള്ളത്. ചിത്രം 3-ാം ദിവസം ഞായറാഴ്ച കേരളത്തിൽ 1,30,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,80,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 67,25,00,000 സ്വന്തമാക്കിയ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 82 കോടി രൂപയുമാണ്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,100 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ബാലയ്യ നായകനായി ബോയപതി ശ്രീയുടെ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 12 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് അഖണ്ഡ 2. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 100 കോടി രൂപ നേടിയെടുത്തിരിക്കുകയാണ്. വിദേശ കളക്ഷനായി 10 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തത് 12,20,00,000 രൂപയാണ്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനായി 10 ദിവസം കൊണ്ട് 112,20,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.